സുപ്പനസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിഷ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈന്തപ്പഴം കൊണ്ടുള്ള ഒരു സ്നാക്സ് ആണ്. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഈന്തപ്പഴം സ്നാക്സ് ഉണ്ടാക്കാൻ ഞാനിവിടെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ കുറച്ച് ബദാം എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഓരോ ബദാമും എടുത്ത് ഓരോ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിലായിട്ട് വെക്കണം. വേറെ അണ്ടിപ്പരിപ്പോ കടലയോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാവുന്നതാണ്. ഇനി ഒന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ എല്ലാ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിലും നമുക്ക് വെച്ച് കൊടുക്കാം. എല്ലാ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിലും ഞാൻ ബദാം വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാം. കൂട്ട് തയ്യാറാക്കാൻ ഞാനിവിടെ കുറച്ച് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യണം. കുറച്ച് കട്ടിയിലാണ് കൂട്ടെടുക്കേണ്ടത്. ഇതിൻ്റെ കൂട്ടിപ്പോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി കുറച്ച് റൊട്ടിപ്പൊടി കൂടി നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം ഓരോ ഈന്തപ്പഴമായി എടുത്ത് ഈ കൂട്ടിലേക്ക് ഇടുക. അതിനുശേഷം അത് റൊട്ടിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണം. അതെല്ലാം മിക്സ് ചെയ്യണം. റൊട്ടിപ്പൊടി ഈന്തപ്പഴത്തിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കണം. എല്ലാ ഈന്തപ്പഴവും ഞാനിവിടെ റെഡിയാക്കി. ഇനി ഇത് എണ്ണയിലിട്ടെടുക്കണം. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഓരോന്നായി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ പാകമായി കഴിഞ്ഞു. ഇനി ഇത് എണ്ണയിൽ നിന്ന് വാങ്ങാം. ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈന്തപ്പഴം സ്നാക്സ് ഇവിടെ റെഡിയായി. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരുടെയും അഭിപ്രായങ്ങളും അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ്.